ഹായ് ഓൾ, വെൽക്കം ടു എക്സാം പോയിന്റ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഹാപ്പി ആണല്ലോ അല്ലേ എല്ലാവരും? അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 10 ഹിസ്റ്ററിയിലെ 8th ലെസനാണ്. കേരള ടുവേഴ്സ് മോഡേണിറ്റി അഥവാ കേരളം ആധുനികതയിലേക്ക്. ഓക്കെ, അപ്പോൾ ഈ ലെസണിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് അറൈവൽ ഓഫ് യൂറോപ്യൻസ്. യൂറോപ്യൻകാരുടെ, അതായത് മെയിനായിട്ട് പോർച്ചുഗീസ്, ഡച്ച്, ഫ്രഞ്ച്, ഇംഗ്ലീഷ്, ഇവർ കേരളത്തിലേക്ക് വന്നത് എന്തിനു വേണ്ടിയാണ്? ഇതൊക്കെയാണ് മെയിനായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ യൂറോപ്യൻസ് എന്തിനാണ് കേരളത്തിലേക്ക് വന്നത് എല്ലാവരും അറിയാം, നേരത്തെ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. മെയിനായിട്ട് എന്തിനു വേണ്ടി? സ്പൈസസിന് വേണ്ടി അല്ലേ? എസ്പെഷ്യലി ധാരാളം കുരുമുളകുള്ള സ്ഥലമാണ് നമ്മുടെ കേരളം. അപ്പോൾ ഈ സ്പൈസസ് ട്രേഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ്, വ്യാപാരം ചെയ്യുന്നതിന് വേണ്ടിയാണ് യൂറോപ്യൻസ് എല്ലാം നമ്മുടെ കേരളത്തിലേക്ക് വന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. നോക്കിയേ, ധാരാ ഈ പിക്ചർ, ആരുടെ പിക്ചറാ? വാസ്കോ ഡി ഗാമ അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു പോർച്ചുഗീസുകാരും ട്രേഡിന് വേണ്ടി കേരളത്തിലെത്തിയെന്ന്. അപ്പോൾ അതിലെ മെയിൻ ലീഡറിൻ്റെ ഒരു പിക്ചറാണ് വാസ്കോ ഡി ഗാമയുടെ. ഇനി നോക്കുക, വാട്ട് വർ ദ എയിംസ് ഓഫ് പോർച്ചുഗീസ് ഹു കെയിം ടു കേരള ഇൻ 1498? ഈ 1498 പോർച്ചുഗീസുകാർ കേരളത്തിലേക്ക് വന്നതിൻ്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ദ പോർച്ചുഗീസ് എയിംഡ് ടു എൻഡ് ദ അറബ് ആൻഡ് ചൈനീസ് ട്രേഡ് മോണോപ്പൊളി ഇൻ ദ കേരള കോസ്റ്റ്. അതായത് അക്കാലത്ത് പോർച്ചുഗീസ് വരുന്നതിന് മുമ്പ് കേരളത്തിൽ ആരാണ് ട്രേഡുമായിട്ട് വന്നത്? അറബികളും ചൈനക്കാരുമായിരുന്നു. അവരുടെ കുത്തക ട്രേഡ്, അതായത് കുത്തക വ്യാപാര കേന്ദ്രമായിരുന്നു നമ്മുടെ കേരളം. അപ്പോൾ അവരെ പുകച്ച് പുറത്തിയാടിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പോർച്ചുഗീസുകാർ കേരളത്തിലേക്ക് വന്നത്. അതായത് പോർച്ചുഗീസുകാരുടെ അധീനതയിലാക്കണം ആ വ്യാപാരമെല്ലാം. ആ ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് പോർച്ചുഗീസുകാർ കേരളത്തിലേക്ക് വന്നത്. അതിനുവേണ്ടി ദ ഡിമാൻഡഡ് സാമോരിയൻ, ദ റൂളർ ഓഫ് കോഴിക്കോട്, ടു എക്സ്പെൽ ദ അറബ് മർച്ചൻറ്റ് ഫ്രം കോഴിക്കോട്. എന്താ? കോഴിക്കോട് ഭരണാധികാരിയായ സാമൂതിരിയോട് ഡിമാൻഡ് ചെയ്തു ഇവരെ പുറത്താക്കാൻ വേണ്ടിയിട്ട്. ആരെ? അറബികളെയും ചൈനക്കാരെയും പുറത്താക്കാൻ വേണ്ടി ഡിമാൻഡ് ചെയ്തു. കോഴിക്കോട് നമ്മുടെ സാമൂതിരിയോട് പോർച്ചുഗീസുകാർ ഡിമാൻഡ് ചെയ്തു. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് നോക്കിക്കേ. ബട്ട് സമോറിയൻ റിജക്റ്റഡ് ദ ഡിമാൻഡ് ആൻഡ് ദിസ് മെയ്ഡ് പോർച്ചുഗീസ് ഫ്യൂറിയസ്. സാമൂതിരി ഇതൊന്നും സമ്മതിച്ചില്ല. അത് കാരണം പോർച്ചുഗീസുകാർ ഈ സാമൂതിരിയോട് വളരെ ഭയങ്കരമായിട്ട് സാമൂതിരിയോട് എന്താ പറയുക, കുപിതനായി അല്ലേ, ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. സോ ദ പോർച്ചുഗീസ് സോട്ട് ദ ഹെൽപ്പ് ഓഫ് കൊച്ചി, ദ എനിമി സ്റ്റേറ്റ് ഓഫ് കോഴിക്കോട്, ടു ഗെയിൻ ട്രേഡ് സുപ്രമസി ഇൻ കേരള. പിന്നീട് പോർച്ചുഗീസുകാർ ചെയ്ത് എന്താന്ന് നോക്കിയേ. സോട്ട് ദ ഹെൽപ്പ് ഓഫ് കൊച്ചി രാജാവിൻ്റെ ഹെൽപ്പോടുകൂടി. അതായത് കൊച്ചി അന്ന് കോഴിക്കോടിൻ്റെ മെയിൻ ശത്രു രാജ്യമായിരുന്നു. ഈ കൊച്ചി രാജാവിൻ്റെ ഹെൽപ്പോടുകൂടി ആർക്കെതിരെ പോരാടാനായി തുടങ്ങി? അതായത് സാമൂതിരി, അതായത് കോഴിക്കോടൻ സാമൂതിരിക്ക് എതിരായിട്ട് പോരാടാനായിട്ട് ആരെയാണ് കൂട്ടുപിടിച്ചത്? കൊച്ചി രാജാവിനെയായിരുന്നു. നോക്കിയേ, അതിനാൽ പോർച്ചുഗീസുകാർ കേരളത്തിൽ വാണിജ്യ മേധാവിത്യം നേടുന്നതിനായി കോഴിക്കോടിൻ്റെ ശത്രു രാജ്യമായ കൊച്ചിയുടെ സഹായം തേടി. ദോ ദ സമോറിയൻസ് നേവി അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് കുഞ്ഞാലി മരക്കാർ ബ്രേവ്ലി റെസിസ്റ്റഡ് ദ പോർച്ചുഗീസ്, ദേ ലോസ്റ്റ്. എന്താ സംഭവിച്ചേ? കുഞ്ഞാലി മരക്കാരുടെ നേതൃത്വത്തിൽ സാമൂതിരിയുടെ നാവികസേന പോർച്ചുഗീസുകാർക്കെതിരെ പോരാടിയെങ്കിലും എന്ത് സംഭവിച്ചു? ഫൈനലി അവർ തോറ്റുപോയി അല്ലേ? ആ ഒരു കലാപത്തിൽ അവർ തോൽക്കുകയാണ് ഉണ്ടായത്. അതിനെ തുടർന്ന് അവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. വൈ ഷുഡ് പോർച്ചുഗീസ്, ഡച്ച്, ഫ്രഞ്ച് ആൻഡ് ഇംഗ്ലീഷ് കം ടു കേരള? എന്തിനു വേണ്ടിയാണ് പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഫ്രഞ്ചും ഇംഗ്ലീഷുകാരും ഒക്കെ കേരളയിലേക്ക് വന്നത്? ടു ഒബ്റ്റെയിൻ, ഒക്കെ 1 മാർക്ക് ക്വസ്റ്റിന് സാധാരണ ചോദിക്കാറുള്ളതാണ്. ടു ഒബ്റ്റെയിൻ ട്രേഡ് മൊണോപ്പൊളി, അതായത് വ്യാപാര കുത്തക നേടുന്നതിന്. മെയിനായിട്ട് ഇവർ ഫോക്കസ് ചെയ്ത് എന്താ? കേരളത്തിൽ വന്ന് വ്യാപാരം ചെയ്യുക. സ്പൈസസിൻ്റെ കേന്ദ്രമായിരുന്നു കേരളം അക്കാലത്ത്. അപ്പോൾ ഇവിടെ വന്ന് നമ്മുടെ ഈ എന്താ പറയുക, ബ്ലാക്ക് പെപ്പർ, അതായത് കുരുമുളക്, അതുപോലുള്ള ഏലം, ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇവരെന്ത് ചെയ്യും?
യൂറോപ്യൻ നേഷനിലേക്ക് എക്സ്പോർട്ട് ചെയ്ത് അവിടെ വളരെ ചെറിയ വിലയിൽ ഇവിടെ നിന്ന് വാങ്ങിയിട്ട് യൂറോപ്യൻ നേഷനിൽ എക്സ്പോർട്ട് ചെയ്ത് നല്ല ക്യാഷ് വിപണനം ചെയ്തിരുന്നു. അതുപോലെ യൂറോപ്യൻ നേഷനിലുള്ള വസ്തുക്കൾ നമ്മുടെ കേരളത്തിലേക്കും കൊണ്ടുവന്ന് അവർ എല്ലാവർക്കും വാണിജ്യം ചെയ്തിരുന്നു. മെയിനായിട്ട് അതായിരുന്നു അവരുടെ മോട്ടോ. ഓക്കെ, ക്ലിയർ ആയല്ലോ? നമുക്കിനി നോക്കാം. ഹൂ ഡ്രോവ് പോർച്ചുഗീസ് ഔട്ട് ഓഫ് കേരള? നോക്കിക്കേ, പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്ന് തുരത്തിയത് ആരായിരുന്നു? ഡച്ചുകാരായിരുന്നു. ഇൻ ദ ഇയർ 1663. ഓക്കെ, ഡച്ച് എക്സ്പെൽഡ് ദ പോർച്ചുഗീസ് ഫ്രം കേരള. കേരളത്തിൽ നിന്ന് പോർച്ചുഗീസുകാരെ ഓടിച്ചത് ആരാണ്? നമ്മുടെ ഡച്ചുകാരാണ്. ഇയർ മറക്കരുത്. ഏതെങ്കിലും ഇയർ ഇങ്ങനെ നമ്മൾ പഠിച്ചു ഏതൊക്കെ വിദേശ ശക്തികളാണ്? പോർച്ചുഗീസ്, ബ്രിട്ടീഷ്, ഫ്രഞ്ച്, ഓക്കെ, ഡച്ച്. ഇത്രയും പേരാണ് മെയിനായിട്ട് കേരളത്തിലേക്ക് വന്നത്. ഇവർ ഓരോ കാലഘട്ടത്തിൽ പുറത്തേക്ക് പോവേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഇയർ മറന്നു പോവാതെ പഠിക്കണം. അപ്പോൾ ഡച്ച് എക്സ്പെൽ ദ പോർച്ചുഗീസ് ഫ്രം കേരള ഇൻ ദ ഇയർ 1663. 1663. ഓക്കെ, നോക്കി. The Dutch were forced to leave Kerala as they were defeated by Marthandavarma of Travancore with the help of British in the Battle of Kolachal in the year 1741. എന്താ സംഭവിച്ചത്? മാർത്താണ്ഡവർമ്മ ബ്രിട്ടീഷുകാരുടെ സഹായത്തോടു കൂടി ആരെ തോൽപ്പിച്ചു? ഡച്ചുകാരെ. അങ്ങനെ ഡച്ചുകാർക്ക് കേരളം വിട്ട് പുറത്തേക്ക് പോകേണ്ട വന്നു. ഈ യുദ്ധം നടന്നത് എന്നാണ്? 1741. അതിൻ്റെ പേര് കുളച്ചൽ യുദ്ധം, ബാറ്റിൽ ഓഫ് കുളച്ചൽ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ബൈ ഡിഫീറ്റിംഗ് ദ ഫ്രഞ്ച് ഇൻ കർണാട്ടിക് വാസ് ദ ബ്രിട്ടീഷ് പോസസ്ഡ് ട്രേഡ് മൊണോപ്പൊളി ഇൻ സൗത്ത് ഇന്ത്യ. നോക്കിക്കേ, കർണാട്ടിക് യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ ആരെ തോൽപ്പിച്ചു? ഫ്രഞ്ചുകാരെ തോൽപ്പിച്ച് ഫ്രഞ്ചുകാരും കേരളം വിടേണ്ടതായിട്ട് വന്നു. അപ്പോൾ കേരളത്തിലെ, അതായത് സൗത്ത് ഇന്ത്യയിലെ കുത്തക വ്യാപാരം ആരുടെ കയ്യിലേക്ക് വന്നു? ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങി. കർണാടക യുദ്ധത്തിൽ ഫ്രഞ്ചുകാരെ പരാജയപ്പെടുത്തി ബ്രിട്ടീഷുകാർ ദക്ഷിണേന്ത്യയിൽ വ്യാപാര കുത്തക സ്വന്തമാക്കി. അതുപോലെ നമുക്ക് നോക്കാം. വാട്ട് വർ ദ സർക്കംസ്റ്റൻസസ് ദാറ്റ് കോസ്ഡ് ബ്രിട്ടീഷ് ടു ഡോമിനേറ്റ് ഇൻ കേരള? ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായ സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു, അല്ലെങ്കിൽ സർക്കംസ്റ്റൻസസ് എന്തൊക്കെയായിരുന്നു? നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഒന്ന് ആറ്റിങ്കൽ റിവോൾട്ട്, ആറ്റിങ്കൽ കലാപം. പിന്നെയോ ശ്രീരംഗപട്ടണം ട്രീറ്റി, ശ്രീരംഗപട്ടണം ഉടമ്പടി. അക്കോർഡിംഗ് ടു ദ ട്രീറ്റി വിത്ത് ദ ബ്രിട്ടീഷ്, ബ്രിട്ടീഷുകാരുമായിട്ടുള്ള ഉടമ്പടി പ്രകാരം. ഈ 3 ഇൻസിഡൻസ് ആണ് ബ്രിട്ടീഷുകാർ, അതായത് ഇന്ത്യയിലേക്ക് വരാനായിട്ടുള്ള സാഹചര്യങ്ങൾ. മെയിനായിട്ട് ഈ 3 കാര്യങ്ങളായിരുന്നു. നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന്. നോക്കി. ക്യാപ്റ്റൻ കീലിംഗ് ഹു അറൈവ്ഡ് ഇൻ കേരള ഇൻ 1615. അതായത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായ ക്യാപ്റ്റൻ കീലിംഗ് 1615 കേരളത്തിലേക്ക് വന്നിട്ട് എന്താ ചെയ്തതെന്ന് നോക്കി. സൈൻഡ് എ ട്രേഡ് എഗ്രിമെന്റ് വിത്ത് ദ സമോറിൻ. നോക്കി, സാമൂതിരിയുമായി ഒരു വ്യാപാര കരാറിൽ ഒപ്പുവെച്ചു. എന്നാത് 1615, 1615. ഓക്കെ, ഇവിടെ നോക്കി, ഒരു ആറ്റിങ്കൽ കലാപത്തിൻ്റെ ഒരു പിക്ചറാണ് ഇതിൽ കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. ക്യാപ്റ്റൻ കീലിംഗ് who arrived in Kerala 1615 signed a trade agreement with the സമോറിൻ. സമോറിനുമായിട്ട്, കോഴിക്കോട് സാമൂതിരിയുമായിട്ട് ഒരു വ്യാപാര കരാറിൽ കീലിംഗ് ഒപ്പുവെച്ചു. ആരായിരുന്നു കീലിംഗ്? യെസ്, നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു പ്രതിനിധിയായിരുന്നു. ഓക്കെ, ലേറ്റർ the company secured the consent to start warehouses at വിഴിഞ്ഞം, തലശ്ശേരി ആൻഡ് അഞ്ചുതെങ്ങ്. പിന്നീട് എന്താ സംഭവിച്ചത്? കമ്പനിക്ക് അവിടെ ഒരു വെയർഹൗസ് തുടങ്ങാൻ. വെയർഹൗസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംഭരണ, നമ്മുടെ സ്പൈസസ് ഒക്കെ സംഭരിച്ച് വെക്കാനുള്ള ഒരു ഇടം, അതിനെയാണ് വെയർഹൗസ് എന്ന് പറയുന്നത്. ഓക്കെ, വെയർഹൗസ് തുടങ്ങാനുള്ള അനുവാദം കൊടുക്കുകയുണ്ടായി. പിന്നീടോ നോക്കിയേ, ഗ്രാജുവലി ദേ അറ്റൈൻ ദ പെർമിഷൻ ഫ്രം ക്യൂൻ ഓഫ് ആറ്റിങ്കൽ ടു ബിൽഡ് എ ഫോർട്ട് അറ്റ് അഞ്ചുതെങ്ങ്.
അഞ്ചുതെങ്ങിൽ ആറ്റിങ്ങൽ രാജ്ഞിയുടെ സഹായത്തോടു കൂടി അവിടെ ഒരു ഫോർട്ട് പണിയാനുള്ള അവസരം ആർക്ക് കിട്ടി? ബ്രിട്ടീഷുകാർക്ക് അനുവദിച്ചു കിട്ടി. ഓക്കെ, പിന്നെ നോക്കിക്കേ, ലേറ്റർ അഞ്ചുതെങ് became an important military center of the British in the western coast. ഈ അഞ്ചുതെങ്ങ് അവിടുത്തെ ഒരു മിലിറ്ററി, അതായത് അവരുടെ പ്രധാന സൈനിക കേന്ദ്രമായിട്ട് മാറി അഞ്ചുതെങ്ങ്. ഓക്കെ, ദ നെഗറ്റീവ്സ് were furious when അഞ്ചുതെങ് became a British military base. ആ അഞ്ചുതെങ്ങിൽ ഒരു ബ്രിട്ടീഷ് സൈന്യം വന്നത് അവിടെ നാട്ടുകാരെല്ലാം ഭയങ്കരമായിട്ട് രോഷം കൊണ്ട്. ഇത് അവർക്ക് അത്ര സുഖിച്ചില്ല അവിടെ ഒരു മിലിറ്ററി ഫോഴ്സ് വന്നത്. അപ്പോൾ അവരെന്താ ചെയ്തതെന്ന് നോക്കിക്കേ. ഇൻ 1721 the natives killed about 150 Englishmen who were on their way to hand over gift to the Queen of ആറ്റിങ്ങൽ. അതായത് ആറ്റിങ്ങൽ രാജ്ഞിക്ക് ഒരു ഗിഫ്റ്റുമായിട്ട് പോവുകയായിരുന്നു കുറേ ബ്രിട്ടീഷുകാർ. ഒരു 150ഓളം ബ്രിട്ടീഷുകാർ ഗിഫ്റ്റുമായിട്ട് പോകുന്ന ആ ടൈമിൽ അവിടെയുള്ള നാട്ടുകാർ എന്ത് ചെയ്തു? ഈ 150 ബ്രിട്ടീഷുകാരെയും കൊലപ്പെടുത്തുകയുണ്ടായി. ഓക്കെ, ആ ഇയർ എന്ന 1721 ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ആറ്റിങ്ങൽ റിവോൾട്ട്. ഇതിനെയാണ് ആറ്റിങ്ങൽ റിവോൾട്ട് എന്ന് പറയുക. അപ്പോൾ എന്തൊക്കെയാണ് മെയിൻ കോൺസെപ്റ്റ് ഓർത്തിരിക്കുക? അഞ്ചുതെങ്ങ് മിലിറ്ററി ഫോഴ്സ് ഉണ്ടായിരുന്നു. അവിടുത്തെ മിലിറ്ററി ഫോഴ്സ് ആ നാട്ടുകാർക്ക് ഇഷ്ടമായിരുന്നില്ല. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് അവരെന്ത് ചെയ്തു? 150 ബ്രിട്ടീഷുകാരെ കൊലപ്പെടുത്തി. അതിനെയാണ് എന്ത് പറയുക? ആറ്റിങ്ങൽ റിവോൾട്ട് അല്ലെങ്കിൽ ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദ ഫസ്റ്റ് ഓർഗനൈസ്ഡ് റിവോൾട്ട് എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഇൻ കേരള. അതായത് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമായിട്ട് ഇതിനെ വിശേഷിപ്പിക്കുകയുണ്ടായി. ദ ആറ്റിങ്ങൽ റിബല്യൻ വാസ് സപ്രസ്ഡ് ബൈ ദ ബ്രിട്ടീഷ് ആൻഡ് ക്യാപ്ചേർഡ് ആറ്റിങ്ങൽ. പക്ഷേ ഈ നാട്ടുകാർക്ക് അധികം നാളും ബ്രിട്ടീഷുകാരോട് പോരാടി നിൽക്കാൻ പറ്റില്ല. ഫൈനലി ആറ്റിങ്ങൽ അവർ പിടിച്ചെടുക്കുക തന്നെ ചെയ്തു. നമുക്കറിയാമല്ലേ, നമ്മുടെ ആളുകളൊക്കെ അമ്പും വില്ലും വാളും കൊണ്ടൊക്കെയാണ് അവരോട് ഫൈറ്റ് ചെയ്യുന്നത്. ബ്രിട്ടീഷുകാരുടെ കയ്യിൽ എന്തായിരിക്കുന്നത്? തോക്കാണ് ഇരിക്കുന്നത്. അധിക നാളൊന്നും അവർക്ക് അവരുടെ അടുത്ത് ഫൈറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് സാധിച്ചില്ല. നോക്കിയേ, നെക്സ്റ്റ്, ആസ് പെർ ശ്രീരംഗപട്ടണം ട്രീറ്റി ഓഫ് 1792 ബിറ്റ്വീൻ ആരൊക്കെ തമ്മിലായിരുന്നു? ബ്രിട്ടീഷ് ആൻഡ് മൈസൂർ റൂളേഴ്സ്. മൈസൂർ ഭരണാധികാരികളും ബ്രിട്ടീഷുകാരും തമ്മിലൊരു ധാരണയിലെത്തി. ആ സന്ധി പ്രകാരം എന്താ സംഭവിച്ചത്? നമ്മുടെ മലബാർ പൂർണ്ണമായിട്ടും ബ്രിട്ടീഷിൻ്റെ അധീനതയിലേക്ക് വന്നു. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, ഇൻ 1792 കൊച്ചി രാജ accepted ബ്രിട്ടീഷ് supremacy ആൻഡ് വാസ് ഫോഴ്സ്ഡ് ടു പേ ട്രിബ്യൂട്ട്. 1792 എന്താ സംഭവിച്ചത്? കൊച്ചി രാജ ബ്രിട്ടീഷ് ആധിപത്യം സ്വീകരിക്കുകയുണ്ടായി. പിന്നെ അവരോട് എന്താ ബ്രിട്ടീഷുകാർ ഡിമാൻഡ് ചെയ്തത്? അതിന് ടാക്സ് കൊടുക്കണമെന്ന് പറഞ്ഞു. അക്കോർഡിംഗ് ടു ദ ട്രീറ്റി ഓഫ് 1795 ട്രാവൻകൂർ ഓൾസോ അഡ്മിറ്റഡ് ബ്രിട്ടീഷ് ഡോമിനൻസ്. നോക്കിക്കേ, 1795 ഉടമ്പടി പ്രകാരം തിരുവിതാംകൂറും ബ്രിട്ടീഷ് ആധിപത്യം സ്വീകരിക്കുകയുണ്ടായി. അപ്പം നോക്കിയേ, ഇത് തിരുവിതാംകൂറും കൊച്ചിയും ഇൻഡയറക്റ്റ് കൺട്രോളിലാണ്, ബ്രിട്ടീഷുകാരുടെ ഇൻഡയറക്റ്റ് കൺട്രോളിലാണ് ഭരണം പോയിരുന്നത്. പക്ഷെ മലബാറിൽ അങ്ങനെയല്ല, ബ്രിട്ടീഷുകാരുടെ ഡയറക്റ്റ് കൺട്രോളിലാണ് അവിടെ ഭരണം നടന്നു പോയത് മലബാർ ഏരിയയിൽ. ഓക്കെ, നോക്കുക, ഇൻ റിട്ടേൺ ബ്രിട്ടീഷ് പ്രോമിസ്ഡ് പ്രൊട്ടക്ഷൻ ടു ട്രാവൻകൂർ ഫ്രം ഇറ്റ്സ് എനിമീസ്. അവർക്കൊരു എന്താ പറയുക, ഒരു വാഗ്ദാനം ബ്രിട്ടീഷുകാർ കൊടുത്തു. എന്താ? എല്ലാ എനിമീസിൽ നിന്നും, ശത്രുക്കളിൽ നിന്നും അവരെ പ്രൊട്ടക്റ്റ് ചെയ്താൽ കൊള്ളാമെന്ന് ഒരു വാഗ്ദാനം കൊടുത്തിരുന്നു. അതുപോലെ ദസ് ബ്രിട്ടീഷ് റൂൾഡ് മലബാർ ഡയറക്ട്ലി ആൻഡ് കൊച്ചി ആൻഡ് ട്രാവൻകൂർ ഇൻഡയറക്ട്ലി. നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്ത് തന്നെ മലബാർ ബ്രിട്ടീഷിൻ്റെ ഡയറക്റ്റ് ഭരണത്തിലായിരുന്നു. ഇൻഡയറക്റ്റ് ആയിട്ട് ഭരിച്ചിരുന്ന രണ്ട് ഏതൊക്കെയാണ്? കൊച്ചി ഏരിയയും അതുപോലെ ഏതൊക്കെയായിരുന്നു? ട്രാവൻകൂർ ഏരിയ ആയിരുന്നു. ഓക്കെ, ഇതിനു പകരമായി ബ്രിട്ടീഷുകാർ തിരുവിതാംകൂറിന് ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം വാഗ്ദാനം ചെയ്യുകയും അങ്ങനെ ബ്രിട്ടീഷുകാർ മലബാർ നേരിട്ടും കൊച്ചിയും തിരുവിതാംകൂർ പരോക്ഷമായിട്ടും സാമന്ത രാജാക്കന്മാരിലൂടെ ഭരിച്ചു. ഓക്കെ, ഇനി നമുക്ക് നോക്കാം
ഇവിടെ നോക്കി, ഇത് ആരുടെ പിക്ചറാണെന്നറിയോ? യെസ്, പഴശ്ശിരാജയുടെ പിക്ചറാണ്. നമുക്ക് ഇനി പഠിക്കാനുള്ളത് പഴശ്ശിരാജയെക്കുറിച്ചാണ്. നോക്കിയേ, പഴശ്ശിരാജ, പഴശ്ശി റിവോൾട്ട്, കോസസ് ആൻഡ് റിസൾട്ട്. നമുക്ക് മെയിനായിട്ട് പഴശ്ശി കലാപങ്ങളും കാരണങ്ങളും ഫലങ്ങളുമാണ് പഠിക്കാനുള്ളത്. ഇതും എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ഏരിയയാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. കേരളവർമ്മ പഴശ്ശിരാജ ഓഫ് കോട്ടയം, എ റോയൽ ഫാമിലി, ലീഡ് ദ റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഇൻ മലബാർ. അതായത് കോട്ടയത്തിലൊരു രാജകുടുംബാംഗമായിരുന്നു ആര്? നമ്മുടെ പഴശ്ശിരാജ. ബ്രിട്ടീഷുകാർക്കെതിരെ മലബാറിൽ ഏറ്റവും അധികം ചെറുത്ത് നിന്ന ഒരു രാജാവായിരുന്നു, ഏറ്റവും അധികം ഫൈറ്റ് ചെയ്ത ഒരു രാജാവായിരുന്നു പഴശ്ശിരാജ. ദ ബ്രിട്ടീഷ് പ്രോമിസ്ഡ് പഴശ്ശി ദ റൈറ്റ് ടു കളക്ട് ടാക്സ് ഫ്രം കോട്ടയം റീജിയൻ ആസ് എ റിവാർഡ് ഫോർ ഹെൽപ്പിംഗ് ദം ഇൻ ദ വാർ അഗെയിൻസ്റ്റ് മൈസൂർ. അതായത് മൈസൂറുകാരുമായിട്ട് യുദ്ധത്തിൽ പഴശ്ശിരാജ ബ്രിട്ടീഷുകാരെ സഹായിച്ചിരുന്നു. അതിന് പ്രത്യുപകാരമായിട്ട് ബ്രിട്ടീഷുകാർ ഒരു വാഗ്ദാനം കൊടുത്തിരുന്നു പഴശ്ശിരാജയ്ക്ക്. എന്താ? കോട്ടയത്തെ ടാക്സ്, ആ ഏരിയയിലുള്ള ടാക്സ്, കപ്പം പിരിച്ചെടുക്കാനുള്ളൊരു അവകാശം ആർക്ക് കൊടുത്തു? പഴശ്ശിരാജയ്ക്ക് കൊടുത്തിരുന്നു. പക്ഷെ എന്താ സംഭവിച്ചത്? ഈ നമ്മൾ സാധാരണ പറയും പാലം കടന്നു കഴിയും തോറും നാരായണ നാരായണ, അത് കഴിഞ്ഞാൽ കൂരായണ കൂരായണ എന്ന് പറയും പോലെ തന്നെ എന്താ സംഭവിച്ചത്? വിജയിച്ചു കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാർ അവരുടെ വാക്ക് പാലിക്കപ്പെട്ടില്ല. ഓക്കെ, നോക്കിയേ, മോർ ഓവർ ബ്രിട്ടീഷ് ക്ലെയിംഡ് ദെയർ ഡോമിനൻസ് ഓവർ വയനാട്. അതുപോലെ തന്നെ അവരെന്തും കൂടി ആവശ്യപ്പെട്ടു? തങ്ങളുടെ ആധിപത്യം വയനാട്ടിലും വേണമെന്നൊരു ആവശ്യം മുന്നിലേക്ക് വെച്ചു. പഴശ്ശിരാജ ഓർഗനൈസ്ഡ് ദ പീപ്പിൾ. പഴശ്ശിരാജ ഇതൊക്കെ കണ്ടപ്പോൾ എന്താ ചെയ്തത്? കുറേ ആളുകളെ സംഘടിപ്പിച്ച് ആൻഡ് ഫോർട്ട് എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് യുദ്ധം ചെയ്തു. ഓക്കെ, നോക്കിയേ, ഹി അൺലീസ്ഡ് ഗറില്ല വാർ എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആരൊക്കെയായിരുന്നു? നോക്കിക്കേ, ചെമ്പൻ പോക്കർ, കൈതേരി അമ്പുനായർ, എടച്ചേന കുങ്കൻ നായർ, തലക്കൽ ചന്തു എന്നിവരുടെ സഹായത്തോടുകൂടി എന്താ ചെയ്തത്? പഴശ്ശിരാജ യുദ്ധം ചെയ്തു ബ്രിട്ടീഷുകാരോട്. നമ്മൾ കുറച്ച് മുമ്പ് പഴശ്ശിരാജ ഒരു ഫിലിം, മമ്മൂട്ടിയുടെ ഒരു ഫിലിമിൽ കുറേ പോർഷൻസൊക്കെ സെയിം തന്നെയാണ്, കുറേ പോർഷൻസ് സെയിം കഥകളൊക്കെയാണ് നമുക്ക് കാണുന്നത്. കൂട്ടുകാരെല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഗറില്ല യുദ്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? അമ്പും വില്ലൊക്കെ ഉപയോഗിച്ച് ഒളിച്ചിരുന്ന് യുദ്ധം ചെയ്യുന്നതിനെയാണ് എന്ത് പറയുക? ഗറില്ല യുദ്ധം. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ചെമ്പൻ പോക്കർ, കൈതേരി അമ്പുനായർ, എടച്ചേന കുങ്കൻ നായർ, തലക്കൽ ചന്തു എന്നിവരുടെ സഹായത്തോടുകൂടി ബ്രിട്ടീഷുകാർക്കെതിരെ ഗറില്ല യുദ്ധം അഴിച്ചുവിട്ടു. എന്താ ഗറില്ല യുദ്ധം? അതെ, ഒളിച്ചു നിന്ന് യുദ്ധം ചെയ്യുന്നതിന് ആണ് ഗറില്ല യുദ്ധം എന്ന് പറയുന്നത്. നോക്കിയാ, ഇൻ ദ ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഹി വാസ് അസോൾട്ടഡ് ഹിസ് ലൈഫ് ഓൺ 13 നവംബർ 1805. എന്താ സംഭവിച്ചത്? ആ യുദ്ധത്തിൽ നവംബർ 30, 1805 പഴശ്ശിരാജ വധിക്കപ്പെട്ടു. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് വേലുത്തമ്പി ദളവയെക്കുറിച്ചാണ്. ഇവിടെ നോക്കിക്കേ, വേലുത്തമ്പി ദളവയുടെ ഒരു പിക്ചറാണ് നിങ്ങളിവിടെ കാണുന്നത്. എന്ത് ഗാംഭീര്യത്തോടു കൂടിയാണ് അദ്ദേഹം നിൽക്കുന്നത് അല്ലേ. നെക്സ്റ്റ് നമുക്ക് കുണ്ടറ പ്രൊക്ലമേഷൻ ബൈ വേലുത്തമ്പി ദളവ, കുണ്ടറ വിളംബരത്തെക്കുറിച്ച് പഠിക്കാം. ഇവിടെ നോക്കിക്കേ, ഇറ്റ് ഈസ് എന്താ അതിൽ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കിക്കേ. ഇറ്റ് ഈസ് ദെയർ റേസിയൽ ട്രഡീഷൻ ടു ഓക്യുപ്പൈ അതർ നേഷൻ ത്രൂ ഡിസെപ്ഷൻ. ഇഫ് എ കൺട്രി കംസ് ഇൻ ടു ദെയർ ഹാൻഡ് ഗ്രിപ്പ്, their army would take over the control of palace, fort and all. എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കിക്കേ. അന്യരുടെ രാജ്യങ്ങൾ വഞ്ചന കൊണ്ട് കൈയടക്കുന്നത് അവരുടെ വംശ പാരമ്പര്യമാണ്. അങ്ങനെ ഒരു രാജ്യം അവരുടെ കൈപ്പിടിയിൽ അമർന്നാൽ അവരുടെ പട്ടാളം അവിടുത്തെ രാജധാനിയും കോട്ടയും തങ്ങളുടെ രക്ഷാശാസനത്തിൽ കൊണ്ടുവരും, അവരുടെ അധീനതയിലേക്ക് കൊണ്ടുവരും. പിന്നെന്തൊക്കെയാണ്? ഇറ്റ് വിൽ ബി ആൻ എൻഡ് ഓഫ് ട്രഡീഷണൽ ഡിഗ്നിറ്റി, പൊസിഷൻ, കസ്റ്റം ഓഫ് ദ കിങ് ആൻഡ് എലൈറ്റ്, ആൻഡ് ദേ വിൽ മോണോപ്പൊളൈസ് ദ ട്രേഡ് ഇൻക്ലൂഡിങ് സാൾട്ട്. പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് നോക്കിക്കേ. രാജാവിൻ്റെയും അഭിജാതവർഗത്തിൻ്റെയും
പരമ്പരാഗതമായ അന്തസ്സും പദവികളും ആചാരാനുഷ്ഠാനങ്ങളും എല്ലാം അതോടെ അവസാനിക്കും. ഉപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ വ്യാപാരങ്ങളും അവരുടെ കുത്തകയാവും. അത് നോക്കിക്കേ. പിന്നെന്താ? ആൻഡ് ദേ വിൽ ഓൺ ഓൾ ദ ഗുഡ്സ്, ഹൗസസ്, പാഡീസ്, fruit growing estates. Even the silly crime will be cruelly punished by their despicable servants. നോക്കിക്കേ. പിന്നെന്തൊക്കെയാ? വസ്തുക്കളും വീടും വയലുകളും ഫലവൃക്ഷത്തോട്ടങ്ങളും അവരുടേതാകും. ഏറ്റവും നിസ്സാരമായ കുറ്റങ്ങൾക്ക് പോലും അവരെ നികൃഷ്ട ജന്മങ്ങളായ കിങ്കരന്മാർ കഠിന ശിക്ഷ നൽകുകയും ചെയ്യും. അപ്പോൾ വേറൊന്നുമില്ല, അന്യരുടെ രാജ്യം വഞ്ചന കൊണ്ട് പിടിച്ചടക്കുകയും ആ രാജ്യത്തിൻ്റെ എല്ലാ അധികാരങ്ങളും ഡയറക്റ്റ് പിടിച്ചടക്കുന്ന രാജ്യം ഏറ്റെടുക്കുകയും ചെയ്യും. അതാണ് ഒരു സിമ്പിളായിട്ടുള്ളൊരു കോൺസെപ്റ്റ്. ഇത്രയേ ഉള്ളൂ. എല്ലാവിധ അധികാരങ്ങളും അവരുടെ ട്രേഡും കൾച്ചറും അതുപോലെ രാജധാനി, ഫോർട്ട്, അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവരുടെ അധീനതയിലേക്കായി മാറും. ഇതാണ് കുണ്ടറ വിളംബരത്തിൽ മെയിനായിട്ട് പറയുന്ന കോൺസെപ്റ്റ്സ്. ഓക്കെ ആണല്ലോ അല്ലേ? ഇനി അടുത്ത് നോക്കാം. The armies of Travancore and Kochi jointly attacked the official residence of British resident മക്കാളെ. എന്താ സംഭവിച്ചത്? ട്രാവൻകൂർ, കൊച്ചിയിലെ സൈന്യം ഒരുമിച്ച് നിന്ന് ആരെ അറ്റാക്ക് ചെയ്തു? യെസ്, റെസിഡൻസ് ഓഫ് ബ്രിട്ടീഷ് റെസിഡൻറ്റ് മക്കാളയെ ആക്രമിച്ച് എവിടെ വെച്ച്? അവരുടെ ഔദ്യോഗിക വസതിയിൽ വെച്ച് ആക്രമിക്കുകയുണ്ടായി. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് നോക്കിയേ. ബട്ട് ദേ കുഡ് നോട്ട് വിത്ത്സ്റ്റാൻഡ് ദ ബ്രിട്ടീഷ് ആർമി. അവരെ കുറേ നേരം എഗെയിൻസ്റ്റ് ചെയ്ത് നിൽക്കാനായിട്ട് ഇവർക്ക് കഴിഞ്ഞില്ല. റിയലൈസിങ് ദാറ്റ് ഹി വുഡ് ബി ക്യാപ്ചേർഡ്, വേലുത്തമ്പി കമ്മിറ്റഡ് ടു സൂയിസൈഡ് അറ്റ് ദ മണ്ണാടി ടെമ്പിൾ. അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് എതിരെ തോൽക്കുമെന്ന് ഉറപ്പായപ്പോൾ, എന്നെ പിടിക്കുമെന്ന് ഉറപ്പായപ്പോൾ വേലുത്തമ്പി ദളവ എന്ത് ചെയ്തു? സൂയിസൈഡ് ചെയ്തു അല്ലേ? എവിടെ വെച്ചാൽ? മണ്ണാടി ടെമ്പിളിൽ വെച്ച് വേലുത്തമ്പി ദളവ സൂയിസൈഡ് ചെയ്യുകയാണ് ഉണ്ടായത്. അതുപോലെ നോക്കിയേ, ഇൻക്ലൂഡിങ് ദ റീജിയൻ വേർ ദ ബ്രോക്ക് ഔട്ട് ആൻഡ് ദ റീസൺസ്. മെയിൻ റിവോൾട്ടൊക്കെ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഇത്ര മുമ്പ് നമ്മൾ പഠിച്ച മെയിൻ സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയേ. പഴശ്ശി റിവോൾട്ട് അല്ലേ? എന്തിനു വേണ്ടിയായിരുന്നു പഴശ്ശി റിവോൾട്ട്? ഇൻകറക്റ്റ് ലാൻഡ് ടാക്സ് പോളിസി, അതായത് ടാക്സ് പിരിച്ചെടുത്തോളാൻ പറഞ്ഞിട്ട് പിന്നെ അത് നിഷേധിക്കുകയൊക്കെ ചെയ്തു. അതിന് എഗെയിൻസ്റ്റാണ് പഴശ്ശി റിവോൾട്ട്, പഴശ്ശി കലാപം നടന്നത്. അതെവിടെ വെച്ചായിരുന്നു? മലബാറിൽ വെച്ചായിരുന്നു. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് നോക്കിയേ, വേലുത്തമ്പി ദളവ സെയിം ഇൻവെൻഷൻ, ദ കൺട്രോൾഡ് ഇൻ്റർവെൻഷൻ ഓഫ് ബ്രിട്ടീഷ് ഇൻ ദ ഇൻറ്റേർണൽ അഫേഴ്സ് ഓഫ് ട്രാവൻകൂർ. അതായത് ബ്രിട്ടീഷുകാർ ട്രാവൻകൂറുകാരുടെ ആഭ്യന്തര കാര്യങ്ങൾ ഇടപെട്ടത് അവിടുത്തെ ഭരണാധികാരികൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് വേലുത്തമ്പിയും ബ്രിട്ടീഷുകാരുമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നത്. ഇതെവിടെ വെച്ചായിരുന്നു? ട്രാവൻകൂറിൽ വെച്ചാണ്. ഇനി നോക്കിക്കേ, വേറൊരു ലീഡറും കൂടി ഉണ്ടായിരുന്നു, പാലിയത്തച്ഛൻ. ഇതും സെയിം സംഭവം തന്നെയാണ്. അൺകൺട്രോൾഡ് ഇൻ്റർവെൻഷൻ ഓഫ് ബ്രിട്ടീഷ് ഇൻ ദ ഇൻറ്റേർണൽ അഫേഴ്സ് ഓഫ് കൊച്ചി. അതായത് കൊച്ചി ഭരണാധികാരികളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുകയുണ്ടായി ബ്രിട്ടീഷുകാർ. അത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല? പാലിയത്തച്ഛനും ഇഷ്ടപ്പെട്ടില്ല. ഈ ഒരു ഫൈറ്റ് നടന്ന എവിടെ വെച്ചാണ്? കൊച്ചിയിൽ വെച്ചാണ് പാലിയത്തച്ഛനുമായിട്ട് ഇടഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. എക്സ്പ്ലെയിൻ ദ സിറ്റുവേഷൻ ദാറ്റ് കോസ്ഡ് കേരള ടു ബിക്കെയിം പാർട്ട് ഓഫ് വേൾഡ് മാർക്കറ്റ്. അതായത് കേരളം ലോകവിപണിയുടെ ഭാഗമാകാൻ കാരണമായ സാഹചര്യം വിശദമാക്കുക. എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. ടേക്കിംഗ് അപ്പ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ, ദ ബ്രിട്ടീഷ് കുഡ് ഗെയിൻ കേരള മർച്ചൻഡൈസ് അറ്റ് ചീപ്പ് പ്രൈസ് ആൻഡ് സെൽ ഔട്ട് ദെയർ ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ് അറ്റ് ഹൈ പ്രൈസ്. അതായത് ബ്രിട്ടീഷുകാർ പൂർണ്ണമായിട്ടും കേരളം ബ്രിട്ടീഷുകാരുടെ അധീനതയിലാക്കി അല്ലേ? എന്നിട്ട് എന്താ സംഭവിച്ചത്? കേരളത്തിലുള്ള വിഭവങ്ങൾ, റിസോഴ്സസ് എല്ലാം ചെറിയ വിലയ്ക്ക് വാങ്ങിയിട്ട് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? യൂറോപ്യൻ നേഷനിൽ കൊണ്ട് ഉയർന്ന വിലയ്ക്ക് സെയിൽ ചെയ്യുകയുണ്ടായി. അതുപോലെ ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ്, അതായത് വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ബ്രിട്ടീഷുകാർ യൂറോപ്യൻ നേഷനിൽ നിന്ന് ഇവിടെ ഇമ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് സെയിൽ ചെയ്ത് ഉയർന്ന വില ഈടാക്കുകയും ചെയ്തു. അപ്പോൾ നോക്കിക്കേ, കേരളത്തിലുള്ള വിഭവങ്ങൾ ചുളു വിലയിൽ വാങ്ങിയിട്ട് എന്ത് ചെയ്തു?
യൂറോപ്യൻ നേഷനിൽ കൊണ്ടുപോയി നല്ല വിലയ്ക്ക് വിറ്റ് അവർ പൈസ ഉണ്ടാക്കി. അതുപോലെ യൂറോപ്യൻ നേഷനിലെ ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ് എല്ലാം കൊണ്ടുവന്ന് കേരളത്തിൽ അവരെന്ത് ചെയ്തു? ഉയർന്ന വിലയ്ക്ക് വിൽക്കുകയും ചെയ്തു. അതാണ് ബിസിനസ് അല്ലേ. ദെൻ വിത്ത് ദിസ് കേരള സെൽഫ് സഫിഷ്യൻറ്റ് വില്ലേജ് എക്കണോമി വാസ് ഡിസ്ട്രോയിഡ്. ഇങ്ങനെ സംഭവിച്ചപ്പോൾ എന്താ പ്രശ്നം ഉണ്ടായത്? കേരളത്തിലെ വില്ലേജ് ഏരിയയിലുള്ള എക്കണോമി, അതായത് സാമ്പത്തിക അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു, വളരെ ശോചനീയമായിരുന്നു. ഫോറിൻ ട്രേഡ് സ്പ്രെഡ് അക്രോസ് ദ റീജിയൻ അണ്ടർ ദ റൂൾ ഓഫ് ബ്രിട്ടീഷ് ആൻഡ് കേരള ബിക്കം എ പാർട്ട് ഓഫ് വേൾഡ് മാർക്കറ്റ്. ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ കീഴിലുള്ള വിദേശ വ്യാപാരം ഈ മേഖലയിൽ, അതായത് കേരളത്തിൽ ഉടനീളം നടക്കുന്നത് എന്തായിരുന്നു? ബ്രിട്ടീഷുകാരുടെ ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ് ഒക്കെ ഇങ്ങനെ സെയിൽ ചെയ്യുകയായിരുന്നു. അതുകൊണ്ടാണ് കേരളം ലോക വിപണിയുടെ ഭാഗമായി മാറുകയും ചെയ്തത്. അത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു അല്ലേ. കേരളത്തിലുണ്ടാവുന്ന റിസോഴ്സസ് എല്ലാം എന്താ ചെയ്യണേ? ബ്രിട്ടീഷുകാർ എക്സ്പോർട്ട് ചെയ്ത് യൂറോപ്യൻ നേഷൻസിലെല്ലാം സെയിൽ ചെയ്യും. അതുകൊണ്ട് അവിടെയുള്ള വിഭവങ്ങൾ എന്ത് ചെയ്യും? ഇമ്പോർട്ട് ചെയ്യും, ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യും. ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. ഇവിടെ നിന്ന് കയറ്റി അയക്കുന്നത്, അതായത് കേരളത്തിലുണ്ടാവുന്ന ട്രഡീഷണൽ പ്രോഡക്ട്സ് ഏതൊക്കെയാണ്? കോക്കനട്ട്, ജാഗറി, കാഷ്യൂനട്ട്, ബ്ലാക്ക് പെപ്പർ, അരക്കനട്ട്, അയനോർ. ഓക്കെ, ഇവയെല്ലാം എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ എക്സ്പോർട്ട് ചെയ്തു. അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്ത വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. ക്ലോത്ത്, കെറസിൻ, ടുബാക്കോ, ഷുഗർ ആൻഡ് മെറ്റൽ പ്രോഡക്റ്റ്, ഇവയെല്ലാമാണ് കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്തത്. നമുക്കൊന്നോട്ട് നോക്കാം കയറ്റുമതി ചെയ്ത ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ്. നാളികേരം, ശർക്കര, കശുവണ്ടി, കുരുമുളക്, അടയ്ക്ക, ഇരുമ്പയിര്. ഓക്കെ, ഇതെല്ലാമാണ് കയറ്റുമതി ചെയ്തത്. അപ്പോൾ ഇറക്കുമതി ചെയ്ത എത്തരം സാധനങ്ങളായിരുന്നു? തുണിത്തരങ്ങളുണ്ടായിരുന്നു, മണ്ണെണ്ണ, പുകയില, പഞ്ചസാര, ലോഹ ഉൽപ്പന്നങ്ങൾ. ഇവയൊക്കെയാണ് എന്താ ബ്രിട്ടീഷുകാർ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് നമുക്ക് വ്യാപാരം ചെയ്തിരുന്നത്. ഇനി നോക്കാം. The trade laws that give a detailed account of result of the attempt made by British to improve trade. നോക്കിയേ, വ്യാപാരം മെച്ചപ്പെടുത്താൻ ബ്രിട്ടീഷുകാർ നടത്തിയ ശ്രമങ്ങളുടെ ഫലങ്ങൾ വിശദമായി വിവരിക്കുക. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒന്നോടെ നോക്കുക. വ്യാപാരം മെച്ചപ്പെടുത്താൻ ബ്രിട്ടീഷുകാർ നടത്തിയ ശ്രമങ്ങളുടെ ഫലങ്ങൾ വിശദമായിട്ട് വിവരിക്കുക. എന്തൊക്കെയായിരുന്നു? The trade laws that existed in Malabar, Kochi and Travancore were amended by the British in their favor. നോക്കിക്കേ, മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലും നിലനിന്നിരുന്ന വ്യാപാര നിയമങ്ങൾ, ട്രേഡ് ലോസ്, ബ്രിട്ടീഷുകാർ അവർക്ക് അനുകൂലമായി ഭേദഗതി ചെയ്തു. അതായത് ട്രേഡ് ലോസിൽ കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട്. ഈ എല്ലാ നിയമങ്ങളും ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായിട്ട് ആ ലോ ഒന്നുകൂടി ഭേദഗതി ചെയ്യുകയുണ്ടായി. ഓക്കെ, അതുപോലെ ദേ ഇൻട്രൊഡ്യൂസ്ഡ് യൂണിഫൈഡ് കോയിനേജ് ആൻഡ് മെട്രോളജി സിസ്റ്റം. നോക്കിക്കേ, അവർ ഏകീകൃത നാണയം, ഒരേ നാണയങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു, മെട്രോളജി സംവിധാനങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. പിന്നെയോ roads, bridges and railways were built to improve transportation facilities targeting the carriage of goods. അതായത് ഈ വ്യാപാരങ്ങൾ, ചരക്ക് ഗതാഗതം മെച്ചപ്പെടുത്തിയാലാണ് നമുക്ക് ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി ബ്രിട്ടീഷുകാർ എന്തൊക്കെ ചെയ്തേ? റോഡ്, ബ്രിഡ്ജ്, റെയിൽവേസ് എല്ലാം പണി കഴിപ്പിച്ചു അല്ലേ. ദെൻ പിന്നെ എന്താ ചെയ്തതെന്ന് നോക്കിക്കേ. ഫോർ ബെറ്റർ ട്രേഡ് ഫെസിലിറ്റീസ് ദേ ഡെവലപ്ഡ് പോർട്ട് അറ്റ് കൊച്ചി, കോഴിക്കോട് ആൻഡ് ആലപ്പുഴ. പിന്നെയോ മെച്ചപ്പെട്ട വ്യാപാര സേവന സൗകര്യങ്ങൾക്കായി അവർ കൊച്ചി, കോഴിക്കോട്, ആലപ്പുഴ തുറമുഖങ്ങൾ വികസിപ്പിച്ചെടുക്കുകയും ചെയ്തു. അതായത് സീ പോർട്ടിലൂടെയും ലാൻഡ് ട്രാൻസ്പോർട്ട്, സീ ട്രാൻസ്പോർട്ടിലൂടെ എല്ലാം അവരെന്ത് ചെയ്യാനാണ്? അവരുടെ വ്യാപാരം മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് ഇതെല്ലാം അവർ നിർമ്മിച്ചത്. ഇനി നമുക്ക് നോക്കാം. The British set up the first railway line in Kerala from Bepur to Tirur in 1861. നോക്കിയേ, കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത നിർമ്മിച്ചത് ആരായിരുന്നു? ബ്രിട്ടീഷുകാരാണ് അല്ലേ. ആദ്യത്തെ റെയിൽവേ പാത നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ്. എവിടെ തൊട്ട് എവിടം വരെയായിരുന്നു? ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ് ഈ റെയിൽ പാത. എന്നാ നിർമ്മിച്ചത്? ഇൻ ദ ഇയർ
1861. Okay, Bepur to Tirur. They made use of railways to transport raw materials and to take industrial product to remote villages. എന്തിനു വേണ്ടി ഇവർ ഇതൊക്കെ പണി കഴിപ്പിച്ചെന്ന് നോക്കിയേ. അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുപോകുന്നതിനും വ്യവസായ ഉൽപ്പന്നങ്ങൾ, അതായത് റൂറൽ ഏരിയയിലേക്ക്, ഗ്രാമങ്ങളുടെ ഉള്ളിലേക്ക് അവരുടെ വിപണി മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ്. അവരുടെ ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റുകൾ ഈ വില്ലേജ് ഏരിയയിലേക്ക്, അതുകൊണ്ട് അസംസ്കൃത വസ്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കുന്നതിന് വേണ്ടിയാണ് അവർ പണി കഴിപ്പിച്ചത്, ഈ റെയിൽവേസ് എല്ലാം പണി കഴിപ്പിച്ചത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. നോക്കിയേ, ചേഞ്ച് ഇൻ ലാൻഡ് റിലേഷൻ ഡ്യൂറിങ് ബ്രിട്ടീഷ് റൂൾ. അതായത് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഭൂമി ബന്ധങ്ങളിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന്, അതും ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കാറുള്ളൊരു ഏരിയ ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. The British rule made drastic changes in the pattern of land ownership enjoyed by different section of people in the സൊസൈറ്റി. അതായത് സമൂഹത്തിലെ പല ആളുകളുടെയും കൈകളിലിരുന്ന ഭൂമി ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ കേരളം വന്നപ്പോൾ അതെന്തായിട്ട് അവർ ചേഞ്ച് ചെയ്തതെന്ന് നോക്കിക്കേ. ബ്രിട്ടീഷ് ഭരണ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളിൽ അനുഭവിച്ചിരുന്ന ഭൂമിയുടെ ഉടമസ്ഥത സമൂലമായ മാറ്റങ്ങൾ അവർ വരുത്തി. എങ്ങനെയൊക്കെയാന്ന് നോക്കാം. ലോക്കൽ chieftains and landlords were considered as the owners of the land and the tax they had to pay to the British was predetermined. എന്താ സംഭവിച്ചേ? പ്രാദേശിക പ്രമാണിമാർ, അതായത് നാടുവാഴികളും അതുപോലെയുള്ള അവിടെയുള്ള ജന്മികളുടെയും അധീനതയിലാക്കി മാത്രം ആ ഏരിയയിലുള്ള ഭൂപ്രദേശങ്ങൾ നാടുവാഴികളുടെയും ജന്മികളുടെയും അധീനതയിലാക്കുകയും അതിന് കരം കൊടുക്കാനായിട്ട് ബ്രിട്ടീഷുകാർ, അതായത് നോക്കിക്കേ, ടാക്സ് ദേ ഹാഡ് ടു പേ ബ്രിട്ടീഷ് വാർ പ്രീ ഡിറ്റർമൈൻഡ്, മുമ്പ് തീരുമാനിച്ചതുപോലെ തന്നെ അതിനൊരു കപ്പം കൊടുക്കുവാൻ വേണ്ടി ബ്രിട്ടീഷുകാർ ഡിമാൻഡ് ചെയ്തിരുന്നു, മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നു. Specify the condition under which the farmers of Kerala got the land right. നോക്കിക്കേ, കേരളത്തിലെ കർഷകർക്ക് ഭൂമിയുടെ അവകാശം ലഭിച്ച സാഹചര്യം വ്യക്തമാക്കുക. ഓക്കെ, അതായത് പൂർണ്ണമായിട്ട് അവകാശം കിട്ടിയില്ലെങ്കിലും കേരളത്തിലെ കർഷകർക്ക് കുറച്ച് അവകാശങ്ങളൊക്കെ ഭൂമിക്ക് മേലെ കിട്ടി. അതെന്തൊക്കെയാണെന്ന് നോക്കാം. The peasant revolted against the British and their feudal laws. എന്തായിരുന്നു? കർഷകർ ബ്രിട്ടീഷുകാർക്കും അവരുടെ ഫ്യൂഡൽ പ്രഭുക്കന്മാർക്കുമെതിരെ കലാപം നടത്തി. അതായത് നോക്കിയേ, പിയാസൻസ് റിവോൾട്ടഡ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് ആൻഡ് ആ നാട്ടിലുണ്ടായിരുന്ന ജന്മികൾക്കും, അതായത് ബ്രിട്ടീഷുകാരെ ഓച്ചാനിച്ച് നിൽക്കുന്നവരായിരുന്നു അന്ന് കേരളത്തിലുള്ള പ്രഭുക്കന്മാരും നാടുവാഴികളും എല്ലാം. ഓക്കെ, അപ്പം അവർക്കെതിരായിട്ട് ഈ സാധാരണ കർഷകർ ശബ്ദമുയർത്തി. ഓക്കെ, ദ tenants got limited right over the land by the implementation of Malabar Tenants Act of 1929. എന്ത് ടീനൻസ് എന്ന് വെച്ചാൽ കുടിയാന്മാരെയാണ് ടീനൻസ് എന്ന് പറയുന്നത്. എന്ത് കുടിയാന്മാർ ഇവരെന്താ ചെയ്യുക? അതായത് കുറേ ഒരു ഏരിയയിൽ വന്ന് താമസിച്ച് ആ ഏരിയയിലുള്ള കൃഷിയും കാര്യങ്ങളും നടത്തുക, ആ പ്രദേശം നോക്കി നടത്തുക, ഇതൊക്കെയായിരുന്നു ഈ കുടിയാന്മാരുടെ മെയിൻ ഡ്യൂട്ടി. പക്ഷേ ആ ഭൂമി ഇവർ കൃഷി ചെയ്യുമെങ്കിലും ഇവർക്ക് പതിപ്പിച്ചു കൊടുത്തിരുന്നില്ല, അവരുടെ സ്വന്തമായിരുന്നില്ല അല്ലേ. ഈ പ്രഭുക്കന്മാർക്കും ജന്മിമാർക്കും വേണ്ടി ഇവരിങ്ങനെ എന്താ പറയുക, അട്ടിപ്പണി ചെയ്യുന്ന ഒരു സമൂഹത്തെയായിരുന്നു എന്ത് പറഞ്ഞിരുന്നത്? ടീനൻസ് അല്ലെങ്കിൽ കുടിയാന്മാർ എന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ 1929 മലബാർ കുടിയാൻ നിയമം നടപ്പാക്കിയതിലൂടെ എന്ത് സംഭവിച്ചു? കുടിയാന്മാർക്ക് ഭൂമിയിൽ കുറച്ച് പരിമിതമായ അവകാശം ലഭിച്ചു. അതായത് പൂർണ്ണമായിട്ടും കൊടുത്തില്ല, കുറച്ച് അവകാശം. അതായത് ഇപ്പോൾ 1 ഏക്കർ സ്ഥലം കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 20 സെൻറ്റോ അല്ലെങ്കിൽ 30 സെൻറ്റ് കൃഷിയുടെ അവകാശം, അത് കൃഷി ചെയ്യുന്നതിൻ്റെ ഇതെല്ലാം അവർക്ക് എടുക്കാമെന്നുള്ളൊരു പാട്ടക്കരാറിൽ ഒരു ചെറിയൊരു അവകാശം അവർക്ക് ലഭിക്കുകയുണ്ടായി. ഓക്കെ, അതുപോലെ തന്നെ ലാൻഡ്മാർക്ക് പ്രൊക്ലമേഷൻ ഇൻ 1865 ഗ്രാൻഡിങ് ദ ടീനൻസ് ഓണർഷിപ്പ് ഓഫ് ലാൻഡ് ദേ കൾട്ടിവേറ്റഡ്. നോക്കിക്കേ, 1865 തിരുവിതാംകൂർ സർക്കാർ ഒരു സുപ്രധാന പ്രഖ്യാപനം നടത്തി.
ആ പ്രഖ്യാപനത്തിലൂടെ ഈ ഓണർഷിപ്പ് ആർക്ക് കിട്ടി? കർഷകരിലേക്ക് ഓണർഷിപ്പ്, ഭൂമിയുടെ ഓണർഷിപ്പ് അവകാശം കിട്ടുകയുണ്ടായി. ഓക്കെ, അതിന് പറയുന്ന പേരാണ് ഇറ്റ് ഈസ് നോൺ ആസ് പണ്ടാരപ്പട്ട വിളംബരം. എന്താ അത്? പണ്ടാരപ്പട്ട വിളംബരം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എന്താ സംഭവം? ഈ കൃഷിക്കാർക്കും കുടിയേറ്റക്കാർക്കും ഒക്കെ അവർക്ക് ഭൂമിയുടെ മേൽ അവകാശം കിട്ടിയതിനെയാണ് നമ്മൾ എന്ത് പറയുക? പണ്ടാരപ്പട്ട വിളംബരം എന്ന് പറയുന്നത്. ദ ജന്മി കുടിയാൻ ആക്ട് പാസ്ഡ് ഇൻ 1896 ഓൾസോ ഗ്രാൻഡഡ് ലാൻഡ് ഓണർഷിപ്പ് ടു ദ ടിനൻസ് ഇൻ ട്രാവൺകൂർ. നോക്കിക്കേ, തിരുവിതാംകൂറിലെ കുടിയാന്മാർക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം അനുവദിച്ചത് എന്നായിരുന്നു? ഇൻ ദ ഇയർ 1896 അതുപോലെ ഇൻ കൊച്ചി ദ ടിനൻസി ആക്ട് വാസ് ഇനാക്റ്റഡ് ഇൻ 1940. കൊച്ചിയിൽ 1940 കുടിയാന്മ നിയമം നിലവിൽ വന്നു. അങ്ങനെ കൊച്ചിയിലുള്ള കുടിയാന്മാർക്കും ഈ ഭൂമിയുടെ മേൽ ഒരു ചെറിയ അവകാശം കിട്ടുകയുണ്ടായി. ഇനി നമുക്ക് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഡേറ്റ്സ് എല്ലാം ഒന്ന് നോക്കിക്കേ. 1865 എന്തായിരുന്നു? പണ്ടാരപ്പാട്ട വിളംബരം എവിടെ വെച്ചായിരുന്നു? തിരുവിതാംകൂറിൽ വെച്ചായിരുന്നു നടന്നത് അല്ലേ. അതുപോലെ തന്നെ കുടിയാന്മ നിയമം എവിടെ വെച്ചായിരുന്നു? കൊച്ചിയിൽ വെച്ച് ഇൻ ദ ഇയർ 1914. നെക്സ്റ്റ് നോക്കിക്കേ, മലബാർ കുടിയാന്മ നിയമം എവിടെ വെച്ചിട്ടായിരുന്നു? മലബാറിൽ വെച്ചിട്ടാണ് ഇൻ ദ ഇയർ 1929. ഈ എല്ലാത്തിൻ്റെയും മൂന്നെണ്ണത്തിൻ്റെയും മെയിൻ മോട്ടോ എന്തായിരുന്നു? എന്ത് തന്നെയായിരുന്നു? യെസ്, കൃഷിക്കാർക്കും കുടിയാന്മാർക്കും എന്ത് കിട്ടണം? ഭൂമി സ്വന്തമായിട്ട് പതിച്ചു കൊടുത്ത സമരങ്ങളായിരുന്നു ഇത് മൂന്നും. ഓക്കെ, ഡേറ്റ് മറന്നു പോവരുത് കേട്ടോ. ഇനി നോക്കിയേ, കൊണോളിസ് പ്ലോട്ട് എന്താന്ന് നോക്കാം. കൊണോളിസ് പ്ലോട്ട് എന്താ? ഈ പ്ലോട്ടും ചെറിയൊരു ഗാർഡനും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ പ്ലാന്റേഷൻ എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. എന്താ? ഒത്തിരി കൃഷി ഉണ്ടാവും അതിൽ. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ എന്താ പറയുക, പൈനാപ്പിൾ കൃഷി, അതുപോലെ ഏലം, കുരുമുളക്, ഇങ്ങനെ കുറേ ഏക്കറിൽ തേയില, മൂന്നാറൊക്കെ പോയാൽ കാണാം, വയനാടൊക്കെ കാണാം അല്ലേ, ഏക്കർ കണക്കിന് കൃഷി ചെയ്യുന്ന അതിനൊക്കെയാണ് നമ്മൾ പ്ലാന്റേഷൻ ഓർ പ്ലോട്ട് എന്നൊക്കെ പറയുന്നത്. ഇവിടെ നോക്കിയാൽ കൊണോളിസ് പ്ലോട്ട്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നീഡഡ് പ്ലെൻറ്റി ഓഫ് തേക്ക് വുഡ് ഫോർ കാർഗോ ഷിപ്പ് ബിൽഡിംഗ്. അതായത് വ്യാപാരത്തിന് ആവശ്യമായിട്ട്, ഈ വ്യാപാരത്തിന് ചരക്കുകൾ കൊണ്ടുപോകാൻ ആവശ്യമായിട്ട് ഷിപ്പുകൾ നിർമ്മിക്കേണ്ടതായിട്ട് വന്നു. ഈ ഷിപ്പ് നിർമ്മിക്കാൻ ഒത്തിരി തേക്ക് വുഡ്, ഓക്കെ, തേക്കിൻ്റെ തടി വേണ്ടിയതായിട്ട് വന്നു. അപ്പോൾ എന്താ ചെയ്ത്? ദ കമ്പനി എൻട്രസ്റ്റഡ് ഹെൻറി വാലന്റൈൻ കൊണോളി, ഒരാളുടെ പേരാണ് ഹെൻറി വാലന്റൈൻ കൊണോളി, അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണ്. ദ കളക്ടർ വിത്ത് ദ ടാസ്ക് ഓഫ് പ്ലാന്റിംഗ് തേക്ക് ഓൺ ഫെർട്ടൈൽ സോയിൽ ഓഫ് മലബാർ. അദ്ദേഹമാണ് മലബാറിൽ ഏക്കർ കണക്കിന് തേക്ക് പ്ലാന്റേഷന് ലീഡർഷിപ്പ് കൊടുത്ത ആരായെന്ന ഹെൻറി വാലന്റൈൻ കൊണോളി ആയിരുന്നു. ഓക്കെ, കൊണോളി പ്ലാന്റഡ് തേക്ക് എ പ്ലോട്ട് ഓഫ് 1500 acres in നിലമ്പൂർ ഡ്യൂറിങ് ഇൻ ദ ഇയർ 1823 to 38. അപ്പോൾ ഈ കൊണോളി ഒരു ഏകദേശം 1500 ഏക്കറോളം എന്ത് നട്ടു? തേക്ക് പ്ലാന്റേഷന് ലീഡർഷിപ്പ് കൊടുത്തു. ഏത് വർഷമാണ്? ഇൻ ബിറ്റ്വീൻ 1823 to 38. ഓക്കെ, അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് നിലമ്പൂരൊക്കെ തേക്കിൻ തോട്ടങ്ങളുടെ, ഇപ്പോഴും അതെ, നിലമ്പൂർ ധാരാളം തേക്കിൻ തോട്ടം കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് അല്ലേ. ലേറ്റർ ദ പ്ലോട്ട് കെയിം ടു ബി നോൺ ആസ്, ഈ പ്ലോട്ടിനെയാണ് എന്ത് പേര് വന്നത്? കൊണോളിസ് പ്ലോട്ട് എന്ന് പേര് വന്നത്. അപ്പോൾ നമുക്ക് ഒന്നോടെ നോക്കാം. വ്യാപാര ആവശ്യത്തിനുള്ള കപ്പലുകൾ നിർമ്മിക്കുന്നതിന് വൻതോതിൽ തേക്കുമരങ്ങൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ആവശ്യമായി വന്നു. എന്നിട്ടോ തേക്കിന് പറ്റിയ മലബാറിലെ വളക്കൂറുള്ള മണ്ണിൽ തേക്കുമരങ്ങൾ വച്ചുപിടിപ്പിക്കാൻ കളക്ടറായ ഹെൻറി വാലന്റൈൻ കൊണോളിയെ കമ്പനി ചുമതലപ്പെടുത്തി. അദ്ദേഹം എവിടെയത്? നിലമ്പൂരിൽ കേട്ടോ. നിലമ്പൂർ മേഖലയിൽ എത്ര ഏക്കറിൽ? ഏകദേശം 1500 ഏക്കറിൽ കൊണോളി തേക്ക് വച്ച് പിടിപ്പിച്ചു. ഇത് പിന്നീട് കൊണോളി പ്ലോട്ട് എന്ന് അറിയപ്പെട്ടു. നോക്കി, ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. അനലൈസ് ദ ചേഞ്ചസ് കൊമേഴ്സ്യലൈസേഷൻ ബ്രോട്ട് അബൌട്ട് ഇൻ കേരളാസ് അഗ്രികൾച്ചർ സെക്ടർ. എന്താ പറഞ്ഞിരിക്കുന്നത്?
കേരളത്തിലെ കാർഷിക മേഖലയിൽ വാണിജ്യവൽക്കരണം വരുത്തിയ മാറ്റങ്ങൾ വിശകലനം ചെയ്യാം. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. കോഫി, ടീ, cardamom were cultivated in large plantation in hilly areas. Okay, with the beginning of other crops, paddy production declined. എന്താ സംഭവിച്ചത്? കാപ്പി, തേയില ഹില്ലി ഏരിയയിൽ ഏറ്റവും കൂടുതലായിട്ട് പ്ലാന്റേഷൻ ചെയ്തത് എന്തൊക്കെയായിരുന്നു? കാപ്പി, തേയില, ഏലം. മലയോര മേഖലയിലെ വൻകിട തോട്ടങ്ങളിൽ മറ്റു വിളകൾക്കൊപ്പം കൃഷി ചെയ്യുകയുണ്ടായി. എന്താ സംഭവിച്ചത്? അപ്പോൾ നെല്ലുൽപാദനം ക്രമേണ കുറഞ്ഞു. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുത്തത് എന്തായിരുന്നു? ഈ ക്യാഷ് ക്രോപ്സിനായിരുന്നു അല്ലേ? കോഫി, ടീ, കാർഡമം ഇവയ്ക്കൊക്കെ ആയിരുന്നു. അപ്പോൾ ഫുഡ് ക്രോപ്സിൻ്റെ ഉൽപാദനം കുറയുകയുണ്ടായി. പിന്നെ ഇൻ ദ യൂറോപ്യൻ മാർക്കറ്റ് മോർ ആൻഡ് മോർ ഡിമാൻഡ് പ്രോഡക്ട്സ് വാസ് സ്റ്റാർട്ടഡ് ഇൻ കേരള. അതായത് യൂറോപ്യൻ വിപണിയിൽ കേരളത്തിൽ കൂടുതൽ ഡിമാൻഡുള്ള ഉൽപ്പന്നങ്ങൾ ആരംഭിക്കുകയുണ്ടായി. അറ്റ് ദ സെയിം ടൈം തേക്ക് പ്ലാന്റേഷൻ വാസ് സ്റ്റാർട്ടഡ് ഇൻ നിലമ്പൂർ അണ്ടർ ദ ഗൈഡൻസ് ഓഫ് കൊണോളി. കൊണോളിയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ തേക്ക് പ്ലാന്റേഷനും സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, നോക്കിയേ, മോസ്റ്റ് ഓഫ് ദ പ്ലാന്റേഷൻ വേർ ഓൺഡ് ബൈ ദ ബ്രിട്ടീഷ്. എല്ലാ പ്ലാന്റേഷനും ആരുടെ അധീനതയിൽ തന്നെയായിരുന്നു? ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ തന്നെയായിരുന്നു. The rulers of Kochi and Travancore facilitated the transportation and leased out forest land to the British to start estate. നോക്കിക്കേ, കൊച്ചി രാജാവും തിരുവിതാംകൂറിലെ രാജാക്കന്മാരൊക്കെ ബ്രിട്ടീഷുകാർക്ക് എന്ത് സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തേ? ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് എല്ലാം അറേഞ്ച് ചെയ്തു കൊടുത്തു. അതുപോലെ തന്നെ എന്തൊക്കെയാണ്? എസ്റ്റേറ്റുകൾ തുടങ്ങാൻ ബ്രിട്ടീഷുകാർക്ക് വനഭൂമി പാട്ടത്തിന് നൽകുകയും ചെയ്തു. അതായത് ഫോറസ്റ്റ് ലാൻഡ് ടു ബ്രിട്ടീഷ് ടു സ്റ്റാർട്ട് എസ്റ്റേറ്റ്സ്. ഗ്രാജുവലി കേരള ബിക്കം എ ഹബ് ഓഫ് ക്യാഷ് ക്രോപ്പ് പ്രൊഡക്ഷൻ. അങ്ങനെ ക്രമേണ കേരളം നാണ്യവിള ഉൽപാദനത്തിൻ്റെ കേന്ദ്രമായി മാറുകയും ചെയ്തു. ഓക്കെ, ഇനി നോക്കുക, ട്രഡീഷണൽ പ്ലാന്റേഷൻ ഇൻഡസ്ട്രീസ് ആൻഡ് സെൻറ്റേഴ്സ് ഇൻ കേരള. കേരളയിലെ പരമ്പരാഗതമായ പ്ലാന്റേഷൻ ഇൻഡസ്ട്രീസ് ഏതൊക്കെയാണ്? അതിൻ്റെ സെൻറ്റേഴ്സ് എവിടേക്കാന്ന് നോക്കാം. ടീ ആൻഡ് കോഫി. ഇത് എപ്പോഴും മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ സാധാരണ ചോദിക്കാറുള്ളതാണ്. ഇൻ ഹൈ റേഞ്ചിലെ വയനാട്, ഇടുക്കിയിലൊക്കെയാണ് മെയിനായിട്ട് ടീ, കോഫി കാണപ്പെടുന്നത്. അതുപോലെ കോക്കനട്ട് ഓയിൽ, കോയ. In 1859, James Dara from Ireland started കയർ ഫാക്ടറി ഇൻ ആലപ്പുഴ. അതായത് കോക്കനട്ട് ഓയിലും കയറൊക്കെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എവിടെയായിരുന്നു? ആലപ്പുഴയിലാണ്. അതുകൊണ്ട് ആലപ്പുഴയിൽ ഇൻ 1859 ജെയിംസ് ധാര ഫ്രം അയർലൻഡിൽ എന്ന് പറഞ്ഞ ജെയിംസ് ധാര എന്നൊരു ലീഡർ അവിടെ ഒരു ഫാക്ടറി ആരംഭിക്കുകയും ചെയ്തു. അതുകൊണ്ട് കാഷ്യൂനട്ട് ഏറ്റവും കൂടുതലുള്ളത് കൊല്ലത്താണ്. ഹാൻഡ്ലൂം ഫാക്ടറീസ് എവിടെയായിരുന്നു? കണ്ണൂർ ആൻഡ് നെയ്ത്തുശാലകളൊക്കെ തുടങ്ങിയത് കണ്ണൂർ ആൻഡ് കോഴിക്കോടാണ്. അതുപോലെ ടൈൽ ഏറ്റവും കൂടുതൽ ഫറോക്ക്, കൊല്ലം, ഒല്ലൂർ ഈ മേഖലയിലാണ് ടൈൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത്.